ഹേ ഗായ്സ്, ഇന്ന് നബിദിന പരിപാടിയാണ്. അപ്പൊ പിള്ളേരെ പാട്ടും ബാക്കി പരിപാടികളൊക്കെ കാണാനായിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. പഴയ ഒരു ഓളമൊന്നും ഇപ്പൊ ആ ഒരു നബിദിന പരിപാടിക്കൊന്നും ഇല്ലെന്നേ. പണ്ടൊക്കെ അറിഞ്ഞുകൊടുത്ത സമയത്ത് മാപ്പിളപ്പാട്ടിന് ഒരു ആൽബം പാട്ടും സിനിമാ പാട്ടൊക്കെ പാടിയ സമയം ഉണ്ടായിരുന്നു. അയ്യോ, ചെറുതായിട്ട് പിന്നെ മഴയും കൂടെ ചാടാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരെ പള്ളിയുടെ മുകളിലോട്ട് കയറി. പള്ളിക്കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ചെറിയൊരു വലിയ മെയിൻ ആണ് ഈ നിൽക്കുന്നത്. പിള്ളേരെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് സമ്മാനമൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കും. ഇപ്പോഴൊക്കെ ട്രോഫിയാണ്. നമ്മളൊക്കെ സമയത്ത് പല സൈസിന്റെ പാത്രങ്ങളായിരുന്നു. എന്നിട്ട് ട്രാവലറിന്റെ ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് സ്പോട്ടിൽ പോയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞ് എന്നിട്ട് നേരെ പള്ളിയിലോട്ട് വന്നു. എന്നിട്ട് ചോറും ചിക്കനും കഴിച്ചു. അപ്പോഴേക്ക് ഇവരെല്ലാം കഴിച്ച് പകുതിയായി. പാലോട് പോകേണ്ട ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാലോടൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇഷായൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ പള്ളിയിലോട്ട് പോയി. നാളത്തേക്കുള്ള ബിരിയാണിക്കെല്ലാം സെറ്റ് ആക്കിയാണ് എല്ലാവരും കൂടെ. സത്യം പറഞ്ഞാൽ അപൂർവമായിട്ടാണ് ഇതുപോലെയൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കിട്ടണം. അത് ഇതുപോലെ പെരുന്നാളും നബിദിനമൊക്കെ വരുമ്പോൾ മാത്രം. നാളത്തേക്ക് റാലിക്ക് പോകാനായിട്ട് വണ്ടിയിൽ സ്പീക്കറെല്ലാം സെറ്റ് ചെയ്ത് ജനറേറ്ററും റെഡിയാക്കി. ബിരിയാണിക്കുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നമുക്കിപ്പോ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ചിക്കനും ചോറും കൂടെയാണ്. കാര്യം നമ്മൾ വെളുപ്പാങ്കാലം വരെ നാളെ നിൽക്കാനുള്ളതാണേ. രണ്ട് വലിയ അടപ്പിൽ അങ്ങോട്ട് ബിരിയാണി തട്ടി. എന്നിട്ട് യുദ്ധം രണ്ട് സൈഡിലും അങ്ങ് തുടങ്ങി. എങ്ങനെയൊക്കെ കഴിച്ച് തീർക്കാൻ നോക്കിയിട്ട് ഇത് പറ്റില്ല. കാര്യം നമ്മളെ 5 പേരും അപ്പുറത്ത് 15 പേരും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്ത് നിന്ന് ആരോ ചിക്കൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി എല്ലാം തിരിച്ചിട്ട് ചിക്കൻ എല്ലാം കൊണ്ട് കുടിച്ചിട്ടു. ഇവിടെയാണെങ്കിൽ അത്രയും പേരുള്ള ചോറൊക്കെ നിമിഷം നേരം കൊണ്ട് തീർന്നു. നമ്മളാണെങ്കിൽ അനങ്ങണയില്ല. അപ്പൊ നാളത്തേക്കുള്ള ബിരിയാണി എല്ലാം ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 2:30 മണിയായി. അപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് വരാൻ നിന്ന് നമുക്കൊരു ക്ഷീണമായിരിക്കും. പിന്നെ വരാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ കിടക്കാൻ വിചാരിച്ചു. സുബയോടുകൂടി തന്നെ നമുക്ക് ഇത് ചോറ് കെട്ടാൻ തുടങ്ങണം. എന്നാലേ നമുക്ക് 6 മണിയാണെങ്കിലും തീരുള്ളൂ. അന്ന് കേരളം മാത്രം ഉണ്ട്. അപ്പോഴേക്കും തന്നെ എല്ലാ 4 മൂലയിലും ഇതേ ഫ്ലാറ്റായി. അപ്പൊ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ശരിയെന്നാ.